അലൈക്കും. പിന്നെ മരിച്ച വീട്ടിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവരും പറയുന്നുണ്ട്, ഇവിടെ സംഘടനകൾ പറയുന്നുണ്ട് പറയുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? പിന്നെ ഒരു ചോദ്യം കൊണ്ടുണ്ട് എനിക്ക്. പിന്നെ പ്രസ്ഥാനങ്ങളുടെ പേരിൽ നമ്മുടെ അള്ളാഹുക്ക് വേണ്ടി ആരാധന ചെയ്യുന്ന പള്ളികൾ ഇല്ലാതായി കഴിഞ്ഞാൽ അത് പ്രസ്ഥാനങ്ങൾക്കും മറുപടി പറയേണ്ടി വരില്ലേ അള്ളാഹുവിന്റെ അവിടെ എത്തിച്ചെന്നാൽ എന്ന്? അങ്ങനെ ഒരു പള്ളി തിരുവനന്തപുരത്ത് ഇല്ലാതായി എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ആവുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഈ പ്രസ്ഥാനക്കാരും അവരുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരില്ലേ എന്നാണ് എൻ്റെ ഒരു ചോദ്യം. മരിച്ച വീട്ടിലെ ഖുർആൻ പാരായണം പാടില്ല എന്ന് എല്ലാവരും പറയുന്നു. എന്തുകൊണ്ടാണ്? ഒരു കാര്യം മതത്തിന്റെ ഭാഗമായി മാറണമെങ്കിൽ അത് അള്ളാഹും റസൂലും പഠിപ്പിച്ചതായിരിക്കണം. അള്ളാഹും റസൂലും പഠിപ്പിക്കാത്ത ഒന്ന് ഒരു കാലഘട്ടത്തിലും ദീനാവുകയില്ല. ദീന് റബ്ബിൻ്റെതാണ്. ആ റബ്ബാണ് പറയേണ്ടത് ദീനിൽ എന്തെല്ലാം ഉണ്ട് എന്തെല്ലാം ഇല്ല. അത് പഠിപ്പിക്കാനാണ് അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും സ്വന്തം ഇഷ്ടപ്രകാരം മതം പറഞ്ഞിട്ടില്ല, വഹ്യു പ്രകാരമല്ല. സൂറത്തുൽ നജ്മിലെ 3-4 ആയത്തുകൾ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. സ്വന്തം ഇഷ്ടപ്രകാരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിക്കുകയില്ല, വഹ്യു പ്രകാരമല്ലാതെ. അപ്പോൾ ഒരു കാര്യം മതമായി നിശ്ചയിക്കാനുള്ള അടിസ്ഥാനം വഹ്യാണ്. ആ വഹ്യിൽ എവിടെയും മരിച്ച വീട്ടിലെ ഖുർആൻ പാരായണം എന്നത് നമുക്ക് കാണുക സാധ്യമല്ല. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിപ്പുള്ള കാലത്ത് ആയിരക്കണക്കായ സ്വഹാബിമാർ വഫാത്തായിട്ടുണ്ട്. ആ വഫാത്താകുന്ന സന്ദർഭങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട മര്യാദകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഖബർ കുഴിക്കേണ്ട രീതി, മയ്യിത്ത് കുളിപ്പിക്കേണ്ട രീതി, കഫൻ ചെയ്യേണ്ട രീതി, മയ്യിത്ത് നമസ്കാരം തുടങ്ങി അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യാൻ ബാധ്യതയുണ്ടോ അതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഏതെങ്കിലും ഒരു സ്വഹാബി വഫാത്തായപ്പോൾ ആ സ്വഹാബിയുടെ സമീപത്തിരുന്ന് ഖുർആൻ ഓതാൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശം കൊടുത്ത ദുർബലമായ റിപ്പോർട്ട് പോലും ഉദ്ധരിക്കപ്പെട്ടതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലാഹു റസൂൽ വഫാത്താകുമ്പോൾ 1,13,000 സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് പ്രബലാഭിപ്രായം. അല്ലാഹു അഅലം. ആ സ്വഹാബിമാരിൽ ആരാണ് റസൂലുള്ളാഹിയുടെ തിരുശരീരം കുളിപ്പിച്ചത്? ആരാണ് ഖബറൊരുക്കിയത്? ആരാണ് ഖബറിലേക്ക് ഇറക്കി വെച്ചത്? എങ്ങനെയാണ് മറമാടിയത്? തുടങ്ങി എല്ലാം ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. എന്നാൽ അവിടെ ഖുർആൻ ഓതിയ ഒറ്റ സംഭവം പോലും ഉദ്ധരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് മതമല്ല. പിന്നെ ന്യായങ്ങളാണ്. ഖുർആനല്ലേ, മരിച്ചോടത്തല്ലേ ഖുർആൻ ഓതിയ റഹ്മത്ത് ഇറങ്ങൂലെ, ഒക്കെ ന്യായങ്ങളാണ്. ആ ന്യായം ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്ന് മാത്രം. കാരണം ഖുർആൻ ഓതുന്നിടത്ത് റഹ്മത്ത് ഇറങ്ങുമെന്ന് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ റസൂല് വഫാത്തായ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ മയ്യിത്തിനരികെ ഖുർആൻ ഓതാൻ പഠിപ്പിക്കുകയോ സ്വഹാബിമാർ ആരെങ്കിലും അങ്ങനെ ചെയ്യുകയോ ചെയ്തതായി സ്വീകാര്യയോഗ്യമായ ഒരു റിപ്പോർട്ടില്ലാത്ത കാലത്തോളം പിന്നെ ആ ന്യായത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് തന്നെ അത് മതമല്ല. പിന്നെ ഖുർആൻ ഓതിയാൽ കൂലി അവർക്ക് കിട്ടുമോ, അത് ഹദീസ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ പിൽക്കാലത്ത് വന്ന ചർച്ചകളാണ്. പിൽക്കാലത്ത് ചർച്ചകൾ വന്നിട്ടുണ്ട്. ഖുർആൻ ഓതി ഹദീസ് ചെയ്താൽ കൂലി അവർക്ക് കിട്ടുമോ, കിട്ടുകയില്ലേ എന്നൊക്കെയുള്ള ചർച്ചകൾ പിൽക്കാലക്കാരായ പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. ചില മദ്ഹബിലെ ആളുകൾ ഖുർആൻ ഓതി ഹദീസ് ചെയ്താൽ കൂലി കിട്ടും എന്ന അഭിപ്രായം പറഞ്ഞവരാണ്. അത് പറയാൻ അവർക്ക് പ്രമാണമില്ല, അവർക്കുള്ളത് താരതമ്യങ്ങളാണ് എന്ന് ഇമാം നവവി ശറഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് 5-ാം പാഠത്തിൽ. അതായത് ദുആ ചെയ്താൽ കിട്ടുമല്ലോ, അതുകൊണ്ട് അതുപോലെ തന്നെ അല്ലേ ഖുർആനോത്തും എന്ന് പറഞ്ഞ് അതിലേക്ക് ഖിയാസാക്കിയിട്ട് ഖുർആനോത്തിനെ അവർ സ്ഥാപിക്കുകയാണ് ചെയ്തത് എന്ന് ഇമാം നവവി രേഖപ്പെടുത്തി വെക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ മദ്ഹബിലെ പ്രബലാഭിപ്രായം ഖുർആനോത്തിന്റെ പ്രതിഫലം കിട്ടുകയില്ല എന്നാണ്. കിട്ടുമെന്ന് പറഞ്ഞവർക്കുള്ള തെളിവ് ഖിയാസാണ്. കിട്ടുകയില്ല എന്ന് പറയാൻ നമുക്കുള്ള തെളിവ് ആയത്തും ഹദീസുമാണ്. ഇമാം നബിയുടെ വാചകമാണ്. കിട്ടുകയില്ലെന്ന് പറയാൻ നമുക്കുള്ളത് ആയത്തും ഹദീസും. ഏതാ ആയത്ത്? വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ എന്ന സൂറത്തുൽ നജ്മിലെ ആയത്ത്. ഇദാ മാതൽ ഇൻസാനു ഇൻഖത അമലുഹു ഇല്ലാ മിൻ സലാസ് എന്ന ഹദീസും. അഥവാ ഒരു മനുഷ്യനെ അവൻ ചെയ്തതല്ലാതെ ഇല്ല എന്ന് ഖുർആൻ പറയുന്നു. 2, ഒരാൾ മരിച്ചാൽ 3 കാര്യം ഒഴിച്ച് ബാക്കി അവന്റെ അമലെല്ലാം മുറിഞ്ഞു പോകുമെന്ന് പറയുന്നു. ആ ആയത്തും ഹദീസും അടിസ്ഥാനമാക്കി അവർക്കത് കിട്ടുകയില്ല എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് മദ്ഹബിന്റെ അഭിപ്രായമായി ശറഹ് മുസ്ലിമിൽ പഠിപ്പിക്കുന്നു. കിട്ടുമെന്ന് പറഞ്ഞവർ ന്യായങ്ങളാണ് പറഞ്ഞത്. അത് ഇബാദത്തിന്റെ വിഷയത്തിൽ ആ ന്യായങ്ങൾ പറയാവതല്ല എന്ന് കൂടി അദ്ദേഹം പ്രത്യേകമായി ഊന്നി പറയുന്നു.
സൂറത്തുൽ നജ്മിലെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ തന്റെ തഫ്സീർ രേഖപ്പെടുത്തി വെക്കുന്നു, വമിൻ ഹാദിഹിൽ ആയത്തിൽ കരീമ ഇസ്തംബത ശാഫിഈ വമൻ വാഫഖഹു. ഈ പവിത്രമായ ആയത്തിൽ നിന്നാണ് ഇമാം ഷാഫിഈയും ഷാഫിഈ ഇമാമിനെ പിൻപറ്റുന്ന യോജിക്കുന്ന ആളുകളും കണ്ടെത്തിയത്, ഗവേഷണം ചെയ്ത് അവർ തെളിവായി കണ്ടെത്തിയത് അന്നൽ ഖിറാഅ ലാ യസ്ലിഹു സവാബിഹാ ഇലൽ മൗത. ഖുർആനോത്തിന്റെ പ്രതിഫലം ഹദിയ ചെയ്യുക എന്നുള്ളത് മരിച്ചവർക്ക് ലഭിക്കയില്ല എന്ന് ഇമാം ഷാഫിക്കും ഇമാം ഷാഫിയോട് യോജിക്കുന്ന ആൾക്കുമുള്ള തെളിവ് ഈ ആയത്താണ്. ലിഅന്നഹു ലൈസ മിൻ കസ്ബിഹിം വലാ അമലിഹിം. അത് അവരുടെ സമ്പാദ്യമല്ല, അവരുടെ അമലല്ല, അതുകൊണ്ട് തന്നെ അവർക്ക് ലഭിക്കയില്ല. ഇനി എന്നാലും ഖൈറല്ലേ എന്നാണോ? വലൗ കാന ഖൈറൻ വലം യുൻഖൽ അമലുഹു അൻ അഹദിൻ മിനസ് സലഫ്. മുൻഗാമികളായ ഒരാളിൽ നിന്നും അങ്ങനെ ഒരു അമൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. വലൗ കാന ഖൈറ, അത് ഖൈറായിരുന്നുവെങ്കിൽ ലസബഖൂനാ ഇലൈഹി, നമ്മേക്കാൾ മുമ്പ് അവർ അത് ചെയ്യുമായിരുന്നു. അവർ ചെയ്തിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുല്ലു ഇബാദത്തിൻ ലം യതഅബ്ബദ്ഹാ അസ്ഹാബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തഅബ്ബദുഹാ. നബിയുടെ സ്വഹാബിമാർ ഇബാദത്തിന്റെ ഭാഗമായി ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നിങ്ങളും ഇബാദത്തായി ചെയ്യരുത്. കാരണം ഫൈനൽ അവ്വല ലം യദഇൽ ആഖിരി മഖാല. ആദ്യ തലമുറകൾ പിൽക്കാല തലമുറകൾക്ക് ഒരു അഭിപ്രായം പോലും പറയാനുള്ള ഒരു ചാൻസും ബാക്കി വെച്ചിട്ടില്ല. എല്ലാം അവർ ചെയ്തു മാതൃകയായി കാണിച്ചിട്ടുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അത് സ്ഥിരപ്പെടാത്തതാകയാൽ അത് ശരിയല്ല, അത് സുന്നത്തല്ല. അത് ദീനിന്റെ ഭാഗമായി കൊണ്ടുവരുന്നുവെങ്കിൽ അത് ബിദ്അത്തായി മാറുകയും ചെയ്യും. മറ്റൊന്ന്, പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് പരസ്പരമുള്ള ഏതെങ്കിലും തർക്കത്തിനെയോ മറ്റോ പേജിൽ ഒരു പള്ളി അനാഥമായി പോയാൽ അതിന്റെ ഭാരവാഹികൾ ഉത്തരവാദികളാവില്ല എന്ന് തീർച്ചയായും ഉത്തരവാദികളാവും, സംശയമൊന്നുമില്ല. അത് ആരാണെങ്കിലും ശരി. അങ്ങനെ ഒരു പള്ളി എവിടെ ഇല്ലാതായാലും, ഒരു പള്ളി എവിടെ അടച്ചു പൂട്ടപ്പെട്ടാലും ശരി, അത് പൂട്ടാൻ ആരാണോ അതുമായി ബന്ധപ്പെട്ട് അതിനെ പ്രവർത്തിച്ചവർ, അതില്ലാതാവാൻ, അത് നമസ്കാരം മുടങ്ങാൻ, അതിന് ഇബാദത്തുകൾ മുടക്കാൻ ആര് മുന്നോട്ട് വന്നാലും ശരി, ഞാനാണെങ്കിലും നമ്മൾ ആരാണെങ്കിലും ശരി, ആരാണോ മുമ്പിലേക്ക് വന്നത് അവർ തീർച്ചയായും ഉത്തരവാദികൾ തന്നെയാണ്. ഒരു സംശയവുമില്ല. അവരാണ് ഏറ്റവും വലിയ അക്രമികൾ എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വമൻ അള്ളമു മിമ്മൻ മനഅ മസാജിദല്ലാഹി അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ എന്ന ആയത്ത് സൂറത്ത് ബഖറയിൽ നമുക്ക് കാണാൻ കഴിയും. അഥവാ അല്ലാഹുവിന്റെ പള്ളികൾ റബ്ബിന്റെ നാമം സ്മരിക്കുന്നതിനെ തടയുകയും അതിന്റെ നാശത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാളും ഒരു അക്രമി മറ്റാരുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ആരാണെങ്കിലും ശരി അവർ അക്രമികളാണ്. അത്തരം അക്രമികളുടെ പ്രവർത്തനങ്ങളാൽ ചില പള്ളികൾ അങ്ങനെ അനാഥമായ രൂപത്തിൽ ഇന്ന് കിടക്കുന്നുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനെല്ലാം ഏറ്റവും ഖൈറായ ഒരു സാഹചര്യം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുമാറാവട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി പ്രാർത്ഥിക്കുന്നു. അല്ലാഹു അഅലം. സഹോദരങ്ങൾ, നമ്മുടെ നാട്ടിൽ സാധാരണയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സഹോദരൻ ചോദിച്ചത്. പല ആളുകളും വികാരത്തോടുകൂടി അല്ലെങ്കിൽ വളരെ പ്രയാസത്തോടു കൂടി ചോദിക്കാറുണ്ട്, ആ മയ്യത്ത് ഞാൻ അവിടെ കിടക്കാണ്, നിങ്ങൾ ഒരു ഖുർആനെങ്കിലും എടുത്ത് ഓതിക്കൂടെ എന്ന്. അങ്ങനെ ഓതാൻ വേണ്ടി നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തെളിവാണ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത്ത ഫഖൂലു ഖൈറ. നിങ്ങൾ ഒരു രോഗിയുടെയോ ഒരു മയ്യത്തിന്റെയോ അടുക്കൽ ചെന്നാൽ നിങ്ങൾ ഖൈർ പറയുക. എന്നിട്ട് ബാക്കി നമ്മുടെ നാട്ടിലെ ആളുകൾ പൂരിപ്പിച്ചു കൊടുക്കും, വഖൈറുൽ കലാമി കലാമുല്ലാഹ്. ഏറ്റവും നല്ല ഖൈറായ കലാം അള്ളാന്റെ കലാമല്ലേ. എന്നാൽ ഹദീസിന്റെ ബാക്കിയുണ്ട്, ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങൾ പറയുന്ന കാര്യത്തിന് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഈ ഹദീസ് ഇവിടെ ഫൈസൽ മൗലവി സൂചിപ്പിച്ചല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഹദീസിന് മരിച്ച മയ്യത്തിന്റെ അടുക്കൽ ഓതാൻ അല്ലെങ്കിൽ ഖുർആൻ ഓതാൻ ഈ ഹദീസ് തെളിവാണെങ്കിൽ ആദ്യം പ്രാവർത്തികമാക്കേണ്ട റസൂലുള്ളാഹിന്റെ സഹാബത്താണ്. ഈ ഹദീസ് 14 നൂറ്റാണ്ട് പ്രായമുള്ള ഹദീസാണ്. ഈ ഹദീസിന് ഒരുപാട് ശറഹുകൾ പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. രണ്ടാം ഷാഫിഈ എന്നറിയപ്പെടുന്ന ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയാൻ, ഫീഹി നദ്മു ഇലാ ഖൗലിൽ ഖൈർ ഹീനൈദിൻ. ആ സന്ദർഭത്തിൽ നല്ല സംസാരങ്ങൾ അഥവാ മയ്യത്തിന്റെയോ രോഗിയുടെയോ അടുക്കൽ ചെന്നാൽ നല്ല സംസാരങ്ങൾ നടത്തണം, അത് സുന്നത്താണ്. അതിലേക്ക് പ്രേരണ ഈ ഹദീസിലുണ്ട്. എന്താണത്?
മിനദ്ദുആഇ വൽ ഇസ്തിഗ്ഫാരി ലഹു. അവിടെ ഖുർആൻ ഓതാന്നല്ല, ആ രോഗിയാണെങ്കിലും ആ മയ്യത്താണെങ്കിലും ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും.